വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് ആണ്. നമ്മുടെ മെയ് 24-ന് നടക്കുന്ന ഡിഗ്രി പ്രിലിംസിന് മുമ്പ് തീർക്കണമെന്ന് വിചാരിച്ചൊരു 20 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, CPOയ്ക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു കറണ്ട് അഫയേഴ്സ് ആനുകാലിക സംഭവങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിട്ടല്ല ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് മീൻസ് ആനുകാലിക സംഭവങ്ങളാണ്. അത് ഏത് എക്സാമിനേഷന് വേണമെങ്കിലും ചോദിക്കാം, അല്ലാതെ ഇന്ന എക്സാമിന് ഈ ടൈപ്പേ ചോദിക്കുകയുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചതാണ് ഈ മെയ് 24-ന് മുമ്പ് 20 എണ്ണം തീർക്കണം, 20 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആ പിള്ളേർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഒരു എക്സാമിന് 1 എന്നൊന്നും ഇല്ല. ഒരുപക്ഷെ പുതിയതൊക്കെ ആയിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ സംശയങ്ങളായിരിക്കാം ഇത്. അങ്ങനെയുള്ളവരോട് പറയുവാണ്, നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോയാലും യൂസ്ഫുൾ ആണ്, വിതിൻ 1 ഇയറിനകത്തുള്ള സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ്, ജ്ഞാനപീഠ പുരസ്കാരം. 2024-ലാണല്ലേ അവസാനത്തെ ജ്ഞാനപീഠ പുരസ്കാരം. 2024-ലേതാണ് അവസാനത്തെ ജ്ഞാനപീഠ പുരസ്കാരം. ഇപ്പോൾ 2024-ലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ഹിന്ദി കവിയും നോവലിസ്റ്റും കഥാകാരനും ഒക്കെ ആയിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയാണ്. ഓർത്തു വയ്ക്കുക, വിനോദ് കുമാർ ശുക്ലയാണ്. ഇത് 59ാമത് പുരസ്കാരമാണ്. ചിലപ്പോൾ നമ്മളോട് 2024-ലേന്നായിരിക്കില്ല ചോദിക്കുന്നത്, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാവാം. അപ്പം ഓർത്തു വയ്ക്കുക, 2024-ലേത് എന്ന് പറയുന്നത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. സോ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഹിന്ദി നോവലിസ്റ്റും കഥാകാരനും കവിയും ഒക്കെ ആയിട്ടുള്ള ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. കേട്ടല്ലോ. ഇനി ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് ആര്? വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നും ഒരു സാഹിത്യകാരൻ ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടുന്നത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 11 ലക്ഷം രൂപയും സരസ്വതിയുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. പിന്നെ നൗക്കർ കി കമീസ്, സബ് കുച്ച് ഹോന ബെച്ച രഹേഗ, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്നിവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കേട്ട് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ നമുക്ക് മനസ്സിലാണ്, ആ രീതി പഠിച്ചാൽ മതി. നൗക്കർ കി കമീസ്, സബ് കുച്ച് ഹോന ബെച്ച രഹേഗ, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്നിവയെല്ലാം വിനോദ് കുമാർ ശുക്ലയുടെ സൃഷ്ടികളാണ്. അപ്പോൾ വീണ്ടും പറയുവാണ്, 59ാമത് ജ്ഞാനപീഠം എന്ന് പറയുന്നത് 2024-ലെ ജ്ഞാനപീഠമാണ് ലേറ്റസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഒരു പോയിന്റും, ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് തിരഞ്ഞെടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി 20 എണ്ണം എൻലിസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ 20 എണ്ണം നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതല്ലാതെയും നമ്മൾ ക്ലാസ് ഇടും. അപ്പോൾ ഞാൻ നിങ്ങളുടേത് പരിഗണിക്കാം. ഒരുപക്ഷെ ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ളതാണെങ്കിൽ ഓൾറെഡി അങ്ങനെ പൊക്കോളും, അതല്ലാത്തതാണെങ്കിൽ പരിഗണിക്കപ്പെടുന്നതാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ 10ാമത്തെ ടോപ്പിക്കാണ്. ഇതിന് മുമ്പുള്ള 9 ടോപ്പിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഓപ്പൺ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്താൽ ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ വേണ്ടവർ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഇംഗ്ലീഷ് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇടുക. ആ ബുക്ക് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. വൺസ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുവരെ ഏതെങ്കിലുമൊക്കെ ബുക്കോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മെറ്റീരിയലോ വെച്ചാണ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ അപ്പം ചിന്തിക്കും. സോ അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നത് കാരണം എത്രയും കുട്ടികളുടെ പിന്തുണ, അല്ലെങ്കിൽ അവർക്ക് ആ ബുക്ക് എത്ര പ്രയോജനം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുന്നത്. സോ വേണ്ടവർ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്